ഞാൻ അയാളുടെ പൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം പൾസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കവിടെ വളരെ സങ്കടകരമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ഏതെങ്കിലും ഒരാൾ അതിലേക്ക് പോയിട്ട് ആളെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അയാൾക്കൊരു റെസ്പോൺസ് ഉണ്ടോ, പൾസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് ഒരാൾക്ക് നോക്കായിരുന്നു. പക്ഷെ അവിടെ ആരും ചെയ്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്, ഒരു ചായ പിടിക്കാന്നുള്ള രീതിക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഈ കാലിക്കറ്റ് ബ്ലൂ ഡയമണ്ട് മാള് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. അപ്പം കുറച്ച് ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടപ്പം ഞാൻ ഫ്രണ്ടും ഞാനും ബൈക്കിൽ നിന്ന് ഇറങ്ങി ഒന്ന് അവിടം വരെ പോയി. അപ്പം ഒന്ന് ഫ്രണ്ടിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഫേസ് നിലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം ആൾക്കാർ റൗണ്ടിൽ നിന്നിട്ട് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കവിടെ വളരെ സങ്കടകരമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ഏതെങ്കിലും ഒരാൾ അതിലേക്ക് പോയിട്ട് ആളെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അയാൾക്കൊരു റെസ്പോൺസ് ഉണ്ടോ, പൾസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് ഒരാൾക്ക് നോക്കായിരുന്നു. പക്ഷെ അവിടെ ആരും ചെയ്തില്ല. അപ്പം ഞാൻ അതിലേക്ക് ചെന്ന് അവിടുന്ന് ആളെ ഒന്ന് നേരെ കിടത്തി. അപ്പം ആളെ നോക്കുമ്പോൾ ആളവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ അയാളുടെ പൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം പൾസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു പെയിന് കൊടുത്തു, നോ ആക്ഷൻ. അപ്പം ഞാൻ അവിടുന്ന് അയാൾക്ക് CPR ഇനീഷ്യേറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഒരു ആംബുലൻസോ എന്തെങ്കിലും വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ, ഓട്ടോ ചേട്ടൻ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം നിയറായിട്ട് നമുക്ക് BMH ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ചേട്ടൻ BMHലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റി. ആ സമയത്ത് ഞാൻ BMHൽ വിളിച്ചു, ഞാനൊരു കാർഡിയാക് അറസ്റ്റ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ പാസ് ചെയ്തു, പ്രീ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ കൊടുത്തു. അങ്ങനെ പേഷ്യൻറ്റിനെ ബേബിയിലേക്ക് കൊണ്ടുവന്നു. ജസ്റ്റ് ഒന്ന് അതിലേക്ക് പോയിട്ട് ആളെ പൾസും കാര്യങ്ങളും നോക്കി ആൾക്കൊരു CPR കൊടുത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ അവിടെ നിന്ന് എടുത്തത് കൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമുക്ക് ടൈംലി ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BMHൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ER പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിക്ക് BMH കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് CPRൻ്റെ BLS ക്ലാസ്. സാധാരണ ആൾക്കാർ ഇതുപോലെ റോഡരികിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ റെസ്പോൺസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള രീതിക്ക് CPR ഇനീഷ്യേറ്റ് ചെയ്യാനും അതുപോലെ ടൈംലി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് BMH കൊടുക്കുന്നത്.